യൂട്യൂബിൽ വീഡിയോകൾ ചെയ്യുന്നവർ തമ്മിലുള്ള തർക്കങ്ങളും വാദപ്രതിവാദങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണുന്നത് ആവണി ആവൂസ് എന്ന് പറഞ്ഞൊരു കൊച്ചുമിടിക്കുണ്ട്. ഇപ്പോൾ ഒരു സിനിമ മോളുടെ റിലീസായിട്ടുണ്ട്, കുറിഞ്ഞി എന്ന് പറഞ്ഞിട്ട്. ആ മോളുടെ അമ്മയും സാത്താൻ സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ, ആ മോന്റെ പേര് ശിവജിത്ത് എന്നാണെന്ന് തോന്നുന്നു. അപ്പോൾ അവനുമായിട്ട് ഒരു തർക്കമാണ്. ശരിക്കും പറഞ്ഞാൽ കാര്യം നിസ്സാരമാണ്, പക്ഷേ ഇവർ തമ്മിൽ സംസാരിച്ച് അത് വലിയൊരു വിഷയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്, മതത്തിനെയൊക്കെ കൂട്ടുപിടിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം, ശരിക്കും ഈ മോളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. കാരണം അവളുടെ പെർഫോമൻസും അവളുടെ ആ ഒരു എനർജി ലെവലിലുള്ള സംസാരവും ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവരുടെ ആ ചാനലിൽ വരുന്ന വീഡിയോസ് കാണുന്നതും അവരുടെ ഇൻസ്റ്റഗ്രാമിൽ ഞാനത് ഫോളോ ചെയ്യുന്നത് ആ മോളുടെ പെർഫോമൻസസ് ഇഷ്ടമായതുകൊണ്ടാണ്. അപ്പൊ ഇപ്പോ എന്താ സംഭവം ചോദിച്ചാൽ, ആവണിയുടെ അമ്മ ഈ സാത്താൻ സ്റ്റുഡിയോ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന, അല്ലെങ്കിൽ ആ ചാനലിൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന അവരൊരു വീഡിയോ ചെയ്തപ്പോൾ അതിന്റെ കീഴെ പോയി കമന്റ് ചെയ്യുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ തമ്മിൽ സംസാരം ഉണ്ടാവുകയും, അത് ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ പറയാൻ പാടില്ലാത്ത ലെവലിലേക്കൊക്കെ പോയിരിക്കുകയാണ്. അപ്പൊ ഇന്നലെ ഈ ആവണിമോളുടെ അമ്മ, അപ്പോൾ അവര് ഒരു മറുപടി വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. മറുപടി ആർക്കാന്ന് ചോദിച്ചാൽ ഹെലനോസ് പാട്ട, നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ടിക്ടോക്ക് തുടങ്ങിയ കാലം മുതൽ, ടിക്ടോക്ക് ഉണ്ടായ കാലം മുതൽ വീഡിയോ ചെയ്ത് വന്നിരുന്ന ഒരു കുട്ടിയാണ് ധന്യ എസ് രാജേഷ്. അവളുടെ ഒരു നിക്നെയിമാണ് ഹെലനോസ് പാട്ട. അപ്പോൾ ധന്യയ്ക്ക് കൊടുത്തൊരു മറുപടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ പ്ലേ ചെയ്യാൻ പോകുന്നത്. ഞാനത് വീഡിയോ ആയിട്ടൊന്നും കാണിക്കുന്നില്ല, കാരണം ഇനി അതിന്റെ പേരിൽ നാളൊരു വിഷയം ഉണ്ടാവണ്ട. അതുകൊണ്ട് വീഡിയോ ഒന്നും കാണിക്കുന്നില്ല. ഈ മോളുടെ അമ്മ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾക്ക് ഒരു മറുപടി എനിക്ക് കൊടുക്കണമെന്ന് തോന്നിയുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ചിലപ്പോൾ ഈ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടാവുമായിരിക്കും, പക്ഷേ ചേച്ചി നിങ്ങൾ കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. എനിക്ക് ആ മോളോടുള്ള റെസ്പെക്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇനിയെങ്കിലും ഒന്ന് നിർത്താൻ വേണ്ടിയാണ്. നമുക്ക് ആ ചേച്ചി പറയുന്ന കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് സംസാരിച്ചു പോവാം. എനിക്ക് കുറെ ഭീഷണികളും കാര്യങ്ങളൊക്കെ അവിടെ വീഡിയോ ചെയ്തായിരുന്നു. അതിന് കൂടെ കുറച്ച് ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നു. അതിന്റെ ഉത്തരം കൂടി 1 by 1 ആയിട്ട് ഞാൻ തരാണ്. ചോദിച്ച വെല്ലുവിളികളെ ഏറ്റെടുത്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ പറയാൻ പോകുന്നു. ഫുള്ള് കേൾക്കണം കേട്ടോ. അപ്പോൾ എന്റെ വീഡിയോക്കകത്ത് ഡിലീറ്റ് പറഞ്ഞു വന്ന് പറയാം, ചേച്ചി ആ വീഡിയോ ഡിലീറ്റ് ചെയ്തില്ലേ? വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടില്ല, എന്റെ അക്കൗണ്ടിൽ തന്നെ ഉണ്ട് ആ വീഡിയോ. പിന്നെ ഈ വിഷയം തുടങ്ങിയത് ഞാനൊരു കമന്റ് ഇട്ടിട്ടാണ്. ആ കമന്റ് ഇടാനുള്ള ആദ്യത്തെ ഡേറ്റ് ഞാൻ പറയാം, ജനുവരി 22. ഇവിടെ കൊടുക്കുന്നുണ്ട്. ആ പയ്യൻ ഇട്ട വീഡിയോയുടെ ഡേറ്റ് ആണ്. ഈ സമയത്താണ് ഞാൻ പോയിട്ട് കമന്റ് ഇട്ടത്. മനസ്സിലായല്ലോ? ഒന്നാമത്തെ കാര്യം, ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കുക. ഈ പയ്യനെ ചേച്ചിക്ക് അറിയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ മോളുടെ സിനിമ റിലീസ് ആവുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് ഇവൻ വന്നിരുന്നു. ഇന്റർവ്യൂ എടുക്കാൻ വന്നു, നിങ്ങൾ സംസാരിച്ചു, ഇന്റർവ്യൂ എടുത്ത് അവൻ പോയി എന്നാണ് ചേച്ചി മുൻപുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാനൊന്ന് ചോദിച്ചോട്ടെ, അവന്റെ ഫോൺ നമ്പറോ അല്ലെങ്കിൽ അവനെ കോൺടാക്ട് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു മാർഗം ചേച്ചിക്ക് ഉണ്ടാവുമല്ലോ. അപ്പൊ അവൻ ചെയ്ത വീഡിയോ അത് പീരീഡ്സുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ്. ആ വീഡിയോയിൽ അവൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് അങ്ങോട്ട് ദഹിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് അവന് പേഴ്സണലി മെസ്സേജ് അയക്കാമല്ലോ. ശരിക്കും അത് മാത്രം ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഇത്തിരി വഷളാവില്ലായിരുന്നു. അപ്പോൾ പേഴ്സണലി മെസ്സേജ് അയക്കാതെ അവന്റെ ആ വീഡിയോയുടെ താഴെ പോയി കമന്റ് ചെയ്യുകയും അതിന്റെ വാലെ തൂങ്ങി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കേണ്ടതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അപ്പൊ തുടങ്ങി വെച്ചത് നിങ്ങൾ തന്നെയാണ്, അല്ലെന്ന് പറയാൻ പറ്റില്ല. ഇനി അതിനുശേഷം എന്ത് ചെയ്തു? അതിനുശേഷം നിങ്ങൾ അതിനെടുത്തിട്ട് കുറെ കോൺട്രവേഴ്സി ആക്കി, കുറെ കാര്യങ്ങൾ വീഡിയോ ഒക്കെ ചെയ്ത് കുറെ ക്യാഷ് ഒക്കെ ഉണ്ടാക്കിയില്ലേ? അതൊക്കെ കഴിഞ്ഞ് 11 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാനൊരു വീഡിയോ ആയിട്ട് വരുന്നത്. മനസ്സിലായി? അതിന്റെ ഡേറ്റ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. 11 ദിവസത്തിന് ശേഷമാണ് നിങ്ങൾ വീഡിയോ ആയിട്ട് വരുന്നതെന്ന് പറയുന്നു. അതിന് കാരണവും നിങ്ങൾ മുൻപുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോ മറുപടി ഒന്നും പറയുന്നില്ല, ഞാൻ അതിനെ പറ്റിയൊരു മാനസികാവസ്ഥയിലല്ല. കാരണം എന്താണ്? ആ മോളുടെ സിനിമ റിലീസുമായിട്ട് ബന്ധപ്പെട്ട തിരക്കുകളിലാണ് നിങ്ങൾ നിൽക്കുന്നത്. താല്പര്യമില്ലാത്തതുകൊണ്ടാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ വന്ന് മറുപടി കൊടുക്കില്ലായിരുന്നു, അല്ലേ? അപ്പോ ആ ഫസ്റ്റ് കമന്റിൽ തുടങ്ങിയ പ്രശ്നമാണിത്, അല്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇനി ഈ മറുപടി പറയച്ചിലൊന്ന് കുറച്ചാൽ തന്നെ ഈ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കാനും പറ്റുമായിരുന്നു. ഫെബ്രുവരി 5-ാം തീയതിയാണ്, ഇന്നലെ ഫെബ്രുവരി 5. അപ്പോ നിങ്ങൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന അശുദ്ധിയൊക്കെ ആ കമന്റിലും കാര്യങ്ങളിലൊന്നും കണ്ടില്ലല്ലോ. ഞാൻ പിന്നെ പറഞ്ഞ വീഡിയോ കഥ നിങ്ങൾ പോയിട്ട് എങ്ങനെ തിരഞ്ഞു കണ്ടുപിടിച്ച്? അത് ഞാൻ പോവാ
പോവാറില്ല, ഞാൻ ശുദ്ധിയില്ലാത്ത സമയത്ത് പോവാറില്ല എന്ന് എന്നെ കുറിച്ച് ഞാൻ പറഞ്ഞ വീഡിയോ. സംഭവങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുള്ള വീഡിയോക്കകത്ത് പറഞ്ഞ എന്റെ പേഴ്സണൽ കാര്യങ്ങൾ എടുത്തിട്ട് ഞാൻ പറഞ്ഞു. ഡിലീറ്റ് ആക്കിയിട്ടില്ല മോളെ ആ വീഡിയോ അതിനകത്ത് തന്നെ ഉണ്ട്. കണ്ടിട്ടില്ലേ പൊന്നുമോള്? ഒന്ന് പോയിട്ട് നോക്കണം കേട്ടോ. ഈ വിശ്വാസം, ആചാരം എന്നൊക്കെ പറയുന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങളാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു പക്ഷേ ഈ പറയുന്ന പീരീഡ്സ് ടൈമിൽ അമ്പലത്തിൽ പോകുന്നത് നിങ്ങളുടെ വിശ്വാസം അല്ലെങ്കിൽ നിങ്ങളുടെ ആചാരങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിരിക്കാം. ഇപ്പൊ ഞാനും ഒരു ഹിന്ദുമത വിശ്വാസിയാണ്. ഞാൻ പള്ളിയിൽ പോകാറുണ്ട്, ഞാൻ മോസ്കിൽ പോകാറുണ്ട്. ഇപ്പൊ ട്രിവാൻഡ്രത്താണെങ്കിൽ ഭീമാ പള്ളിയിൽ ഞാൻ പോയിട്ടുണ്ട്, അതുപോലെ വെട്ടുകാട് ചർച്ചിൽ പോയിട്ടുണ്ട്. ഇപ്പൊ എറണാകുളത്തായിരുന്ന സമയത്ത് അവിടെയും പള്ളികളിൽ ഒക്കെ ഞാൻ പോയിട്ടുണ്ട്. അപ്പം വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലാണ് വേണ്ടത്. ഇനി നമ്മുടെ വിശ്വാസം ഒരിക്കലും മറ്റൊരാളിലേക്ക് അടിച്ച് ഏൽപ്പിക്കാൻ നമ്മൾ ശ്രമിക്കരുത്. ഇതെന്റെ ഒരു പേഴ്സണൽ ഒരു റിക്വസ്റ്റ് ആണ്. നമ്മൾ പറയുന്നത് ശരിയായിരിക്കാം, പക്ഷെ അത് മാത്രമാണ് ശരി എന്ന് ധരിക്കരുത്. ഇപ്പൊ ചേച്ചി പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ ശരിയായിരിക്കും. കാരണം എന്നെക്കാളും ഈ പറയുന്ന മോനേക്കാളും ധന്യേക്കാളും ഒക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ട്, ശരിയായിരിക്കാം. പക്ഷെ നിങ്ങൾ പറയുന്നത് മാത്രമാണ് ശരി എന്ന് ധാരണ വെച്ചിട്ട് ആളുകളോട് സംസാരിക്കരുത്. റിക്വസ്റ്റ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരം നീ പറയണത് ഞാൻ സ്ട്രൈക്ക് കൊടുക്കണതിനാ കൊള്ളാത്തരൊന്നുമില്ലെങ്കിൽ എന്ത് സ്ട്രൈക്ക് കൊടുക്കണ മോളെ? ഞാൻ അവന്റെ അക്കൗണ്ടിൽ കമന്റ് ഇട്ടത് എന്റെ ശിവാഞ്ജന എന്നുള്ള അക്കൗണ്ടിൽ പോയിട്ടാണ്. നിങ്ങൾക്ക് മാന്യമായിട്ട് വീഡിയോ ചെയ്യാം. ശിവാഞ്ജന എന്നുള്ള ഒരു ലേഡി അല്ലെങ്കിൽ ഒരു വയസ്സെത്തി തള്ള ഇങ്ങനെ കമന്റ് ഇട്ടു എന്ന് പറയാം. നിങ്ങൾ അതിനകത്ത് ഏതെങ്കിലും വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? നിങ്ങൾ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. എങ്ങനെ പറഞ്ഞത്? ആവണി ഹൗസിന്റെ അമ്മ എന്തിനങ്ങനെ പറഞ്ഞു? ആവണി ഹൗസ് എന്നുള്ള ആ നെയിം എല്ലാവർക്കും എന്താണ് അറിയാം. ഇത് കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചിരി വരുന്നുണ്ട്. കാരണം നിങ്ങൾ ഇപ്പൊ ചെയ്യുന്നത് എന്താണ്? നിങ്ങൾ ശിവാഞ്ജന എന്ന് പറയുന്ന പേരുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ശിവാഞ്ജന എന്ന പേരിലുള്ള നിങ്ങളുടെ അക്കൗണ്ടിൽ കൂടി വീഡിയോ ചെയ്യുന്നില്ല? നിങ്ങൾ ഈ പറഞ്ഞ വീഡിയോ നിങ്ങൾ ശിവാഞ്ജന എന്ന പേരിലാണ് കമന്റ് ചെയ്തതെന്ന് പറയുന്നു അല്ലേ? അപ്പോ അവര് മറുപടി തന്നതും ശിവാഞ്ജനിക്കല്ലേ? ആമനയുടെ പേര് പറഞ്ഞെങ്കിൽ പോലും ശിവാഞ്ജനിക്കാണ് മറുപടി കൊടുത്തേക്കുന്നത്. ഇവിടെ നിങ്ങൾ എല്ലാ വീഡിയോസും ചെയ്തേക്കുന്നത് ആവണി ഹൗസിന്റെ അക്കൗണ്ട് വഴിയാണ്. അപ്പൊ ആ മോളെ കൂടി പറയിപ്പിക്കാൻ വേണ്ടി അല്ലേ? അത് വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇനി അവരെന്തുകൊണ്ട് ആവണി ഹൗസിന്റെ പേര് ഉപയോഗിച്ച് ചോദിച്ചാൽ നിങ്ങളെ ആർക്കും അറിയത്തില്ല. നിങ്ങളുടെ പേര് ശിവാഞ്ജനി ആണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇപ്പൊ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. ആവണി മാത്രമേ എല്ലാവർക്കും അറിയത്തുള്ളൂ. ഇനി ആവണി എല്ലാവരും അറിയാൻ കാരണക്കാർ ഒരുപക്ഷെ നിങ്ങളായിരിക്കും. കാരണം നിങ്ങളാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്, നിങ്ങളാണ് വീഡിയോസ് എടുക്കുന്നത്, എഡിറ്റ് ചെയ്യുന്നത് ഒക്കെ നിങ്ങൾ തന്നെയാണ്. പക്ഷേ ആ മോളെയാണ് എല്ലാവർക്കും അറിയുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു? ഇത്തരം ഒരു കോൺട്രവേഴ്സി വരുമ്പോൾ അതിന് മറ്റൊരു അക്കൗണ്ട് യൂസ് ചെയ്യണമായിരുന്നു. അവർ ചെയ്തതിനേക്കാളും വലിയൊരു മിസ്റ്റേക്കാണ് നിങ്ങളവിടെ ചെയ്തിരിക്കുന്നത്. ആ കുഞ്ഞിന്റെ അക്കൗണ്ട് നിങ്ങൾ മിസ്യൂസ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. നിങ്ങൾ നിങ്ങളുടെ പേരിലുള്ള അക്കൗണ്ട് വഴിയായിരുന്നു വീഡിയോ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ കുഞ്ഞിന്റെ പേരെങ്കിലും ഇങ്ങനെ വലിച്ചഴക്കില്ലായിരുന്നു. ആവണി ഹൗസ് എന്ന് നാഴേക്ക് 100 വട്ടം പറയില്ലായിരുന്നു. ശരിയല്ലേ? ഒരു വിരൽ ഇങ്ങനെ ചൂണ്ടുമ്പോൾ ബാക്കി 4 വിരല് നമ്മുടെ നേർക്കാണെന്ന് ഓർക്കണം. ഒന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ഈ വീഡിയോയുടെ താഴെ തന്നെ ഞാൻ ഈ ചോദിച്ച ചോദ്യങ്ങൾ എത്രയോ പേര് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ അവരെ കുറ്റം പറയുന്ന സ്ഥാനത്ത് നിങ്ങൾ എന്തിന് ഈ അക്കൗണ്ട് വഴി വീഡിയോ ചെയ്യുന്നു എന്ന് എത്രയോ പേര് ചോദിച്ചു. നിങ്ങൾക്ക് ശിവാഞ്ജന എന്ന പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നുണ്ട് ഇല്ലേ? എന്തുകൊണ്ട് ആ അക്കൗണ്ട് വഴി വീഡിയോ ചെയ്യുന്നില്ല? അപ്പൊ നിങ്ങളും ഉദ്ദേശിക്കുന്നത് എന്ത് തന്നെയാണ്? റീച്ച് തന്നെയാണ്. അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും. ഒരു കണ്ടന്റ് കിട്ടി. ഓരോ ദിവസം കഴിയുന്നവരും ഓരോരുത്തരും ഇങ്ങനെ വീഡിയോ മാറിമാറിയിട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കും കണ്ടന്റ് കിട്ടുന്നു, നിങ്ങളത് അപ്ലോഡ് ചെയ്യുന്നു. അതുവഴി ആ വീഡിയോക്ക് റീച്ച് വരുന്നു. 1.something million സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലാണ് ആവണിയുടേത്. നിങ്ങളുടെ അത്ര ഇല്ല. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് വീഡിയോസ് വീണ്ടും വീണ്ടും ഇട്ടുകൊണ്ടിരിക്കുന്നു ഒരുപാട് ആളുകളിലേക്ക് എത്താൻ വേണ്ടി. അപ്പൊ അവർ ചെയ്യുന്നതോ നിങ്ങൾ ചെയ്യുന്നതോ തമ്മിൽ യാതൊരു വ്യത്യാസവും ഞാൻ കാണുന്നില്ല. അപ്പൊ ഇതിനകത്ത് ഇനി അടുത്ത പറയാൻ പോകുന്ന പോയിന്റ് ആണ് ഏറ്റവും വാലിഡ് പോയിന്റ്. കമന്റ് ഡിലീറ്റ് ആക്കണം. ആരാ ഈ കമന്റിനെ പറ്റി പറയുന്നത്? ഡിജിറ്റൽ യുഗമല്ലേ ഇത്? എനിക്കങ്ങനെ വിദ്യാഭ്യാസമൊന്നും ഇല്ല, അതുകൊണ്ട് എനിക്കങ്ങനെ കൂടുതലൊന്നും അറിയില്ല. ഡിജിറ്റൽ യുഗം ആയതുകൊണ്ട് മോള് പണ്ട് ചെയ്ത വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട്, കണ്ടിട്ടില്ല. അതിന്റെ കമന്റ് ബോക്സ് ഒന്നും മോൾ എടുത്ത് നോക്കാറില്ല. പണ്ടൊക്കെ നോക്കാറുണ്ടായിരുന്നല്ലേ, ഇപ്പൊ ഇല്ലാത്തല്ലേ? അപ്പൊ കമന്റിന്റെ അപ്പൊ ആവശ്യമില്ലാത്തൊരു കാര്യം അവിടെ എടുത്തിട്ടു. ഹെറണോസ് പാട്ട എന്ന് പറയുന്ന ആ കുട്ടി, ധന്യാസ് രാജേഷ് എന്ന് പറയുന്ന കുട്ടി, അവളുടെ പണ്ടത്തെ കമന്റുകൾക്ക് നോക്കിയിട്ട് കമന്റുകൾക്ക് റിപ്ലൈ ചെയ്തിരുന്ന കുട്ടിയാണ്, റിയാക്ട് ചെയ്തിരുന്ന കുട്ടിയാണ്. അപ്പോൾ ആ വിഷയം ഇതിലേക്ക് വലിച്ചിടുന്നത് എന്തിനു വേണ്ടിയാണ്? വീണ്ടും ഇത് നീട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി തന്നെയല്ലേ? അല്ലാണ്ട് അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് വലിയ താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പം ധന്യ വന്നിട്ട് ഇതിനെ റിയാക്ട് ചെയ്യണം, നിങ്ങൾക്ക് വീണ്ടും മറുപടി പറയണം. ഇതിങ്ങനെ ഗിവ് ആൻഡ് ടേക്ക് ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കും. വല്ല കാര്യമുണ്ടോ? അപ്പൊ ഇട്ട് കൊടുക്കുകയാണ്, കയറി പിടിച്ചു എന്ന് പറഞ്ഞിട്ട്.
കഷ്ടം. കുറച്ച് കൂടുതൽ വർത്താനം പറയണ്ട. കമന്റില് വന്നിട്ട് ഫുൾ ഫേക്ക് ഐഡീസ് ആണ് ചെയ്യുന്നത്. പിന്നെ അവന്റെ ഫ്രണ്ട്സ് അല്ലാതെ കോമൺ ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ട് ഇടുന്നില്ല. കാരണം വെച്ചാൽ നിങ്ങൾക്ക് അതിനകത്ത് നോക്കിയാൽ അറിയാം, പ്രൊഫൈൽ പിക്ചർ ഏകദേശം ഇല്ലാത്ത ABCD പിന്നെ ഏത് ഇംഗ്ലീഷ് ആയിട്ട് ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുള്ളതാണ് കമന്റ് വരുന്നത്. മനസ്സിലായില്ലേ? ഞാൻ ഒരുപാട് കമന്റ് അതിനകത്ത് കണ്ടായിരുന്നു. അതിനകത്ത് ജെന്യൂൻ ആയിട്ടുള്ള ഒരുപാട് ID നിങ്ങളെ ചീത്ത പറഞ്ഞ് വരെ കമന്റുകൾ ചെയ്യാറുണ്ട്. ഒരുപാട് IDs. അത് ഒരിക്കലും ഫേക്ക് ഐഡികളല്ല, ജെന്യൂൻ ആയിട്ടുള്ള ID. ഫേക്ക് ID ഉണ്ടാവുമായിരിക്കും, പക്ഷെ ജെന്യൂൻ ആയിട്ടുള്ള ഒരുപാട് IDs കണ്ടു. നിങ്ങൾക്ക് വേറെ പണിയില്ലേ, മിണ്ടാണ്ട് വീട്ടിൽ കുത്തിയിരുന്നൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാണ്ട് താഴ്ത്തി കെട്ടുന്ന ഒരുപാട് കമന്റുകൾ കണ്ടു. പിന്നെ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നതല്ല, ഞാൻ അതിനകത്ത് ഹൈഡ് കൊടുത്തിട്ടുണ്ട്. ഇന്ന് കമന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ തനിയെ ഹൈഡ് ആയി പോകുന്നതാണ്. മനസ്സിലായോ? അപ്പൊ കമന്റിനെ കുറിച്ച് പറയുമ്പോൾ പഴയ വീഡിയോയിലുള്ള കമന്റ്സ് ഒക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാവുന്നു, ഒന്ന് ഓർക്കണത് നല്ലതാണ്. ഓക്കെ. പിന്നെ പറയുന്ന നാലാമത് മാനിപ്പുലേഷൻ. എന്ത് മാനിപ്പുലേഷൻ? ഞാൻ എന്റെ മതത്തിൽ വിശ്വസിക്കുന്നുണ്ട്, ഞാനൊരു മതവിശ്വാസിയാണ്. എന്റെ മതത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ എന്ത് കാര്യം വന്നാലും ഞാൻ മറ്റുള്ളവരെ ക്രൗഡിനെ നോക്കിയിട്ടല്ല ഞാൻ എന്റെ അഭിപ്രായം പറയും. എനിക്ക് മരണം നല്ല 1 പ്രാവശ്യമേ ഉള്ളൂ, 1 കൂടുതൽ പ്രാവശ്യം മരിക്കുന്നില്ല. ഇനി എനിക്ക് തല ഉയർത്തി എന്നിട്ട് പറഞ്ഞിട്ട് മരിക്കുന്നതിനോട് തല താഴ്ത്തി എന്നിട്ട് മരിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലാക്കാം. ഈ കാലഘട്ടത്തിൽ ജീവിച്ചിട്ട് നിങ്ങൾ ഇപ്പോഴും മതം 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 മനുഷ്യനായിട്ട് ജീവിക്കുക. അല്ല, എനിക്ക് മനസ്സിലാവാത്തൊന്ന് ചോദിക്കുകയാണ്. മനുഷ്യനായിട്ട് ജീവിക്കുക. മതം ആ കുഞ്ഞിനെയും കൂടി അത് പഠിപ്പിക്കല്ലേ, ദയവ് ചെയ്ത്. ഇനി നിങ്ങൾ വിശ്വസിച്ചോ, പക്ഷെ അത് മറ്റൊരാൾ പറയുമ്പോൾ അയാളെ അടച്ചാക്ഷേപിക്കാനും നിന്റെ അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിലുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ആപത്തുകൾ വരുമ്പോഴേ നീ എന്റെ ബുദ്ധിമുട്ട് അറിയൂ എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് റൈറ്റാ ഉള്ളത്? അപ്പോൾ അത്തരം വാചകങ്ങൾ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്, ഞാൻ ആ വീഡിയോ കണ്ടിരുന്നു. അതുകൊണ്ട് ഈ മതം, ജാതി, അതിലുപരി മനുഷ്യനാവാൻ നോക്ക്. ആവശ്യമില്ല. അപ്പൊ മാനിപ്പുലേഷൻ എന്ന് പറയരുത്. കാരണം ഞങ്ങൾ വിശ്വാസികൾ, കുറച്ച് വിശ്വാസികളുണ്ടെങ്കിൽ അവർക്ക് വിശ്വാസമുള്ള ആ വിശ്വാസത്തിൽ നിങ്ങൾ കടവരാൻ വരണ്ട. ഞങ്ങളുടെ വീട്ടില് ചെരുപ്പ് ഊരിയിട്ട് കയറണം എന്ന് പറഞ്ഞാൽ അങ്ങനെ പറ്റുന്നവർ കയറിയാൽ മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവൻ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾ എന്തിനു ഇടപെടാൻ പോയി? നിങ്ങളുടെ വിശ്വാസത്തിൽ മറ്റൊരാളെ കൈകടത്താൻ പാടില്ലെങ്കിൽ, ഞാൻ വീണ്ടും പറയുന്നു, ഞാനൊരു ഹിന്ദുമത വിശ്വാസിയാണ്, അല്ലെങ്കിൽ ഹിന്ദു മതത്തിൽ ജനിച്ച ഒരാളാണ്. പക്ഷെ ഞാൻ ജീവിക്കുന്നത് മനുഷ്യനായിട്ടാണ്. ഇപ്പോ ശിവജിത്ത് എന്ന് പറയുന്ന ആ മോൻ സാത്താൻ സ്റ്റുഡിയോ, അവൻ പറഞ്ഞ അഭിപ്രായത്തിൽ നിങ്ങൾ എന്തിനു കൈകടത്താൻ പോയി? അവന്റെ അഭിപ്രായമല്ലോ അവൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളതുപോലെ തന്നെ അവനും അതുണ്ട്. നിങ്ങളുടെ മതത്തിലും നിങ്ങളുടെ വിശ്വാസത്തിലും കൈകടത്താൻ വരല്ലെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പോയി ചെയ്യാമോ? അതിന് പ്രശ്നമില്ലേ? അല്ല, എന്റെ സംശയങ്ങളാണ് ഞാൻ ചോദിക്കുന്നതേ. മനസ്സിലായോ? ഞങ്ങളുടെ വിശ്വാസത്തിൽ ഇടപെട്ടിട്ട് നിങ്ങൾ വിശ്വാസികളെ വിശ്വസിക്കേണ്ട, ഞങ്ങളോട് വന്നിട്ട് അങ്ങനെ പറയണ്ട. അയ്യോ വിശ്വസിക്കൂ പറയുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ ഞങ്ങളുടെ വിശ്വാസങ്ങളിൽ ഇടപെടരുത്. ശബരിമലയിൽ കയറണം, അമ്പലങ്ങളിൽ കയറണം, പീരീഡ്സ് ഉള്ള സമയത്ത് ഖുറാൻ തൊടണം, പിന്നെ നിസ്കരിക്കണം, മക്കയിൽ പോകണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസികൾ അത് കേട്ടോണ്ടിരിക്കില്ല. മനസ്സിലായോ? അത് പറയുമ്പോൾ ആലോചിക്കണം, നിങ്ങളുടെ വായിന്ന് വരുമ്പോൾ ആലോചിക്കണം. ഞാനൊരു കമന്റ് പറഞ്ഞു വളച്ചൊടിച്ച് ഞാൻ അവരോട് ചോദ്യം ചോദിച്ച കമന്റ്, സഹോദര നീ പോവാറുണ്ടോ എന്ന് ചോദിച്ച ചോദ്യത്തിന് പയ്യന് പീരീഡ്സ് ഇല്ലാത്ത പയ്യനോട് നിങ്ങൾ ഉപമിച്ചില്ലേ പീരീഡ്സ് ആയിട്ട്? അപ്പൊ ആലോചിക്കേണ്ട, വായിന്ന് വരുമ്പോ ആലോചിക്കേണ്ട കാര്യങ്ങളാണ് ഇത്. പിന്നെ അടുത്തത് എന്തെന്ന്, എന്റെ ഹസ്ബൻഡ് വന്നിട്ട്, പിന്നെ എന്റെ ഹസ്ബൻഡ് ഞാൻ ശരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഹസ്ബൻഡ് ശരിയെന്ന് പറയൂലേ പാട്ട? അപ്പൊ നീ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഫിയാൻസി വന്നിട്ട് പറയൂലേ, അല്ല നീ പറഞ്ഞ് ശരിയാണെന്ന് പറയൂല? ഈ തെറ്റിന് തെറ്റാണ് എന്ന് പറയുന്നതാണ് മനുഷ്യൻ. അല്ലാണ്ട് ഭാര്യ ചെയ്യുന്നത് തെറ്റാണെങ്കിലും അതിന് വന്ന് ശരിയെന്ന് പറയുന്നത് ഒരു ജെന്യൂൻ പേഴ്സൺ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. തെറ്റിന് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കണം. അല്ലാണ്ട് എന്റെ ഭാര്യയാണ്, അവള് ചെയ്യുന്നത് എല്ലാം ശരിയാണ് എന്ന് പറഞ്ഞ് തലകുലുക്കുകയല്ല വേണ്ടത്. ഭർത്താവ് ഈ ബാക്കിൽ നട്ടല് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതുള്ള ഒരാള് തെറ്റിനെ ശരിയാണ് എന്ന് പറഞ്ഞ തലയാട്ടിൽ. പക്ഷെ ഞങ്ങളുടെ ഇവിടെ അങ്ങനെയാണ്. എന്താ വെച്ചാൽ ഞാൻ എന്തെങ്കിലും കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ഹസ്ബൻഡ് വന്നിട്ട് എന്റെ അക്കൗണ്ടിൽ കമന്റ് ഇടാറുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഇവിടെ എങ്ങനെയാണ്, നിങ്ങളുടെ അവിടെ അങ്ങനെയാണ്, കാസർഗോഡ് അങ്ങനെയാണെന്ന് അറിയില്ല, കാഞ്ഞങ്ങാട് അങ്ങനെയാണ് കേട്ടോ. പിന്നെ അടുത്ത കാഞ്ഞങ്ങാട് കാസർഗോഡ് അല്ല കേട്ടോ. ഞാനത് കാസർഗോഡാണെന്ന് ഞാൻ വിചാരിച്ചത് എന്റെ മിസ്റ്റേക്ക് ആയിപ്പോയി, ക്ഷമിക്കണം ചേച്ചി. ഞാൻ വിചാരിച്ചു കാഞ്ഞങ്ങാട് കാസർഗോഡ് ആയിരിക്കും. അടുത്തതാണ് എനിക്ക് ഭയങ്കര ചിരി വന്നത്. എനിക്ക് എന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് റീച്ച് ഇല്ലാന്ന്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്തറിയോ, എനിക്ക് വേണമെങ്കിൽ ഈ എന്റെ മോളെ വെച്ച് ചെയ്ത വീഡിയോസ് കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാം. അതേപോലുള്ള കണ്ടന്റുകൾ വലിയവർക്ക് വേണ്ടി ചെയ്തിട്ട് എനിക്ക് ചെയ്യാം. പക്ഷെ ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഞാനിപ്പോ ഇത്രയും ഏജായി, എനിക്ക് എന്റെ മകളുണ്ട്, എന്റെ മക്കളുണ്ട്, അവരൊരു നിലയിൽ എത്തിക്കണം.
നിങ്ങൾ ചെയ്താൽ ഇത്രയും റീച്ച് കിട്ടില്ല ചേച്ചി. കാരണം അതൊരു കുഞ്ഞായതുകൊണ്ടും അത്രയും എനർജറ്റിക് ആയിട്ട് ആ കുട്ടി പെർഫോം ചെയ്യുന്നത് കൊണ്ടും കുട്ടികൾ ചെയ്യുമ്പോൾ അത് കാണാൻ ഒരു ക്യൂട്ട്നെസ് ഉള്ളത് കൊണ്ടുമാണ് ആ അക്കൗണ്ട് ഇത്രയും റീച്ച് കിട്ടിയത്. ഒരു പക്ഷേ ആ അക്കൗണ്ടിൽ അല്ലെങ്കിൽ ആ പേരിലോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ പേരിൽ വീഡിയോ ചെയ്ത് നോക്കി നിങ്ങളുടെ ചാനലിൽ ആ മോൾക്ക് കിട്ടിയ അത്ര റീച്ച് നിങ്ങൾക്ക് കിട്ടില്ല. അത് നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ടാണ് നിങ്ങൾ മോളെ വെച്ച് വീഡിയോ ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ അവരെ വെച്ച് വീഡിയോ ഈ വീഡിയോസ് ഒക്കെ എടുക്കുന്നത് ഞാനാണ്. ആര്? ശിവാഞ്ജന. മനസ്സിലായി? ഈ കണ്ടന്റ് ഒക്കെ ഉണ്ടാക്കണ ഞാനാണ്. ഞാൻ എഡിറ്റ് ചെയ്യണ ഞാനാണ്, പോസ്റ്റ് ചെയ്യണ ഞാനാണ്, അതിന് കമന്റ് വന്ന് റിപ്ലൈ കൊടുക്കണ ഞാനാണ്. മനസ്സിലായി? കൊളാബ് അക്സെപ്റ്റ് ചെയ്യണ ഞാനാണ്. ഇതെല്ലാം ചെയ്യണത് ഞാനാണ്. എങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്തുകൂടാ? എന്തുകൊണ്ട് ചെയ്തുകൂടാ? മക്കളെ വലിയ നില എത്തിക്കാൻ വേണ്ടി. അതിനിപ്പം യൂട്യൂബിൽ വീഡിയോ ചെയ്യണമെന്നുണ്ടോ? പഠിപ്പിച്ചാലും വലിയ നില എത്താമല്ലോ. അത് മാത്രം ചെയ്താൽ പോരായിരുന്നു. അപ്പോൾ ആവശ്യം റീച്ച് തന്നെയാണ്. യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത് എന്താ പുണ്യം കിട്ടാൻ വേണ്ടിയാണോ? ഒന്നുമല്ല, ആൾക്കാർ കാശ് കിട്ടാൻ വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. സമയം പോക്കിന് വേണ്ടി ചെയ്യുന്നത് വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും കാശിന് വേണ്ടി തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ എനിക്ക് റീച്ച് വേണമെങ്കിൽ ഞാൻ ഇത് വെറുതെ ഇരുന്നിട്ട് വന്നിട്ട് എന്റെ പാർലറാണിത്, ഞാൻ പണിയെടുക്കണ പാർലർ, എന്റെ സ്വന്തം പാർലർ. ഇവിടെ ഇരുന്നിട്ട് എനിക്ക് പോരടിക്കുന്ന സമയത്ത് ഞാൻ ചെയ്യണ റീൽസ് ആണത്. അത് എനിക്ക് അക്കൗണ്ട് റീച്ച് ആക്കാൻ വേണ്ടിയിട്ടല്ല. ഞാനുള്ള ചാനല് ഞാൻ ഏതൊക്കെ 10-11 ആപ്പ് ഉണ്ടെങ്കിൽ ഇതിനകത്തൊക്കെ മാനേജ് ചെയ്യണ ഞാനാണ്. മനസ്സിലായോ? സമ്മതിക്കണം കേട്ടോ. വീട്ടിലെ പണി, പാർലറിലെ ജോലികള്, കുട്ടികളുടെ കാര്യം, ഇതിനെല്ലാം പുറമെ 11ഓളം ആപ്ലിക്കേഷൻസിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നു. ഹാറ്റ്സ് ഓഫ്. സമ്മതിച്ചിരിക്കുന്നു. ഞാനാണ്. അപ്പൊ അത് പറഞ്ഞത് വളരെ മോശം. ബുദ്ധിയില്ല, അലങ്കാരായിക്കൊണ്ടാണ്. നമോ വാഗം. ബുദ്ധി കൂടിയ ചേച്ചി. ബാക്കി നാട്ടുകാർക്ക് ആർക്കും ബുദ്ധിയില്ല, നിങ്ങൾക്ക് മാത്രമാണ് ബുദ്ധിയുള്ളത്. ഐ അക്സെപ്റ്റ് ദാറ്റ്. അടുത്തതെന്ന് വെച്ചാൽ ഞാനൊരു കമന്റ് ഇട്ടിട്ട് അത് ഡിലീറ്റ് ആക്കി. ഞാൻ പറഞ്ഞത് ഒരു ഇഷ്യൂ വേണ്ട, അവൻ അതിനെ കുറിച്ച് എടുത്തിട്ട് വീഡിയോ ചെയ്തപ്പോൾ ആ ഇഷ്യൂ എനിക്ക് മുന്നോട്ട് പോകണ്ടെന്നുള്ളതാണ് ഞാൻ ഡിലീറ്റ് ആക്കി എന്ന് പറഞ്ഞു. അപ്പൊ എന്താ പറയണേ, കള്ളത്തരം ചേച്ചി, കള്ളത്തരം. അവിടെ ഞാൻ സ്ക്രീൻഷോട്ട് കൊടുക്കാം. ഞാൻ ആ കമന്റ് ഇട്ടിട്ട് അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ടൈപ്പായിട്ട് മെസ്സേജ് അയച്ചതാണ് അവന്. അതായത് ഇങ്ങനെ ചെയ്തത് ഞങ്ങളുടെ വിശ്വാസം ഇങ്ങനെയാണ്, ഇങ്ങനെ കാര്യമില്ല അവന് പറഞ്ഞു. അതിനുശേഷം അവൻ എന്ത് ചെയ്തു എന്ന് വെച്ചാല് അടുത്ത വീഡിയോ ഇട്ട്, എന്റെ വീഡിയോ ഓൾറെഡി അതിനകത്തുണ്ട്. ഞാൻ ഡിലീറ്റ് ചെയ്തത് കമന്റ് ഡിലീറ്റ് ചെയ്തപ്പോൾ അവൻ വീണ്ടും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വീണ്ടും വീഡിയോ എടുത്തിട്ട് ആ വീഡിയോ അതിനകത്ത് ഓൾറെഡി ഉണ്ടാകുന്ന സമയത്ത് അവൻ എന്ത് ചെയ്ത് വെച്ചാല് എന്താണ് ഖുറാനെ, ബൈബിളിനെ, പിന്നെ രാമായണത്തെ ബാലരമയോട് ഉപമിച്ച്, അതായത് അത് കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്ന വീഡിയോ. അപ്പൊ അങ്ങനെ ഉപമിച്ചപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടായി. കാരണം ഞാൻ വിശ്വസിക്കുന്ന ഒരു ഗ്രന്ഥത്തെ ബാലരമയോട് ഉപമിച്ചപ്പോ എനിക്ക് ഭയങ്കര വിഷമം വന്നു. അതുകൊണ്ടാണ് ഞാൻ അവനെ ഉപദേശിക്കുന്ന രീതിയിൽ വോയിസ് അയച്ചത്. എന്താണ് ഉപദേശിക്കുന്ന രീതിയിൽ അവനോട് പ്രൈവറ്റ് ആയിട്ട് എനിക്ക് വന്നിട്ട് വീഡിയോ എടുത്തിട്ട് വേറെ ചെയ്യാം. അത് ഇവൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് ചെയ്യാം. ആ സമയം ഞാൻ ചെയ്തില്ല. ഞാൻ 11 ദിവസം കഴിഞ്ഞിട്ടാണ് എന്റെ റിയാക്ഷൻ വീഡിയോ തന്നെ ഇടുന്നത്. മനസ്സിലായോ? ഞാൻ ആ വോയിസ് എടുത്തോടെ നിങ്ങൾ ഭയങ്കര ഇഷ്യൂ ആക്കിയിട്ട് കളിച്ചത്. മനസ്സിലായോ? ഞാൻ ആ ഇഷ്യൂ വേണ്ട വെച്ചിട്ടാണ് ഞാൻ ആ കമന്റ് ഡിലീറ്റ് ആക്കിയത്. വീണ്ടും അവനെടുത്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വീണ്ടും വീഡിയോ ചെയ്താരാണ് അവനാണ്. പിന്നെ ഒരു ഒടുക്കത്തെ വെല്ലുവിളി അതാണ് ഞാൻ ഇപ്പം പറയാൻ പോണത്. അതായത് അവൻ എന്നോട് ചോദിച്ചത് എന്തായിരുന്നു, ഞാൻ സമ്മതിക്കാത്ത കാര്യം, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. മനസ്സിലായി? എല്ലാവർക്കും അതറിയാൻ വേണ്ടിയിട്ടാണ് ക്യൂരിയസ്. അതിന് മുമ്പ് ഒരു ചെറിയൊരു കാര്യം പറയാം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോയുടെ കാര്യം പറഞ്ഞിട്ട് ഞാനത് പറയണമായിരുന്നു. അപ്പോൾ ഒരാൾ സ്റ്റേജിൽ നിന്ന് പറയാണ്, ഞാനൊരു വേർഡ് പറയും, അതിന് ബാക്കി നിങ്ങൾ പറയണം. അപ്പൊ ഇയാൾ പറയാണ്, വേർഡ് ആദ്യം പറഞ്ഞത് നിങ്ങൾ മനസ്സിൽ പെട്ടെന്ന് വരുന്ന കാര്യം പറയണമെന്ന്. അപ്പൊ ഇയാൾ പറഞ്ഞു ഒരു കാലത്തും എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നിന്ന് പറഞ്ഞു നന്നാവില്ല, ഗതി പിടിക്കില്ല എന്നൊക്കെയാണ് ഉത്തരം വന്നത്. എന്നിട്ട് ഇയാൾ പറഞ്ഞു, കണ്ടോ നിങ്ങളുടെ ഫുള്ള് മനസ്സ് ഫുള്ള് എന്താണ് നെഗറ്റിവിറ്റിയാണ്, നിങ്ങൾ ഫുള്ള് അങ്ങനെ ചിന്തിക്കുന്ന ഒരു ടൈപ്പാണ്. ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഒരു കാലത്തും മറ്റേ കാലത്തില്ല എന്നാണ്. മനസ്സിലായോ? ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുന്നില്ല. ഇത് മനസ്സിലാക്കാൻ കുറച്ച് ഉപമിച്ചത് എനിക്ക് അങ്ങോട്ട് ബോധിച്ചു. നല്ല രസമുള്ള ഉപമ, കൊള്ളാം. ചേച്ചിക്ക് ബുദ്ധിയാണെന്ന് ചേച്ചി വീണ്ടും തെളിയിച്ചിരിക്കുന്നു. ബുദ്ധിയൊക്കെ വേണം, അങ്ങനെയുള്ളവർക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ ഞാൻ സത്യം പറയാൻ പോവാണ്. അവൻ എന്നോട് ചോദിച്ച കാര്യം എന്താണ് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആ കാര്യം എന്താണെന്ന് വെച്ചാല് ആ കാര്യം അവൻ അവന്റെ അക്കൗണ്ടിൽ തന്നെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ വേറെ മൂളത്തരമാണ് നിങ്ങൾ ഇപ്പൊ ഈ പറയുന്നത്. കാരണം ആ കാര്യം എന്താണെന്ന് ഞാൻ പറയാം, ഞാൻ തെളിവ് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ കാര്യം എന്താണെന്ന് അവന്റെ അക്കൗണ്ടിൽ അവൻ ഇട്ടിട്ടുണ്ട് എന്ന് പറയുന്നതിൽ എന്ത് ലോജിക്കാ ഉള്ളത്? നിങ്ങൾ തന്നെ ചോദിച്ച ചോദ്യത്തിന് മറുപടിയാണ് കൊടുക്കുന്നതെങ്കിൽ അതിന് വ്യക്തമായി മറുപടി തെളിവും കൊടുക്കുക. അവൻ ചോദിച്ചത് എന്താണ്, എന്തുകൊണ്ട് നിങ്ങൾ അത് തെളിവ് സഹിതം കാണിക്കുന്നില്ല?
അപ്പൊ നിങ്ങളുടെ കയ്യിൽ അങ്ങനെ ഒരു സാധനം ഇല്ലാഞ്ഞിട്ടാണ് നിങ്ങൾ ഈ കിടന്ന് മെഴുകുന്നത്. ഇട്ടില്ല. അവൻ അവന്റെ അക്കൗണ്ടില് ഫസ്റ്റ് വീഡിയോ എന്നെ റിയാക്ട് ചെയ്തപ്പോ അവൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങളത് കാണൂല. കാരണം വെച്ചാൽ അവിടെ ഫുള്ള് പറയുന്നത് പീരീഡ്സ് അശുദ്ധി എന്ന് അവർ പറഞ്ഞു, കമന്റിൽ കണ്ടോ, കമ്പയർ ചെയ്തു കണ്ടോ, ഇത് കണ്ടോ. അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഇടയിൽ അവൻ പറഞ്ഞ ഞാൻ വിസമ്മതിച്ച കാര്യം എന്താണ് നിങ്ങൾ കണ്ടില്ല. എന്തുകൊണ്ടാണ് ഇപ്പൊ ഹെർവാസ് പാട്ട ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരങ്ങളൊക്കെ ഏകദേശം വെല്ലുവിളികളൊക്കെ ഞാൻ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഒരിക്കലും ക്ലിയർ ആയിട്ടില്ല. നിങ്ങൾ എന്തൊക്കെയോ വന്ന് പറഞ്ഞു, നിങ്ങൾ പോകുന്നു. അല്ലാണ്ട് ആ കുട്ടി ചോദിച്ചതിനുള്ള ഇതൊന്നും മറുപടിയൊന്നും അല്ല, ഒന്നും ആയിട്ടില്ല. പറഞ്ഞ എന്താണെന്ന് നിങ്ങൾ ഒന്നുകൂടെ കേട്ടു നോക്കണം. ഞാൻ പറഞ്ഞത് എന്തൊക്കെയാണ് എന്നുള്ളത്. സ്വന്തം കുഴി ഇവിടെ തോണ്ടി വെച്ചിട്ടാണ് പോയേക്കുന്നത്. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഞാൻ പിന്നെ വെല്ലുവിളികളായിട്ടൊന്നും വരുന്നില്ല. എന്ന് വെച്ചാല് എനിക്ക് അതിനുള്ള ശക്തിയൊന്നുമില്ല. പറ്റുവാണെങ്കിൽ നിങ്ങളിപ്പോ ഇതിനെതിരെയാണല്ലോ സംസാരിക്കുന്നത്, ഈ ഞങ്ങളുടെ ആചാരങ്ങൾക്കെതിരെ ആണല്ലോ. അപ്പൊ വീണ്ടും അതായത് വിശ്വാസികളെ കയ്യിലെടുക്കാനുള്ള ഒരു തന്ത്രമാണ് ചേച്ചി സംസാരിച്ചു വരുന്നത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാല് അടി ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പ വഴി മതത്തെ കുത്തിയാൽ മതി, അല്ലേ? അതായത് ഒന്നുകിൽ ഹിന്ദുവിനെ, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയെ, അല്ലെങ്കിൽ മുസ്ലിമിനെ എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാൽ അത് വലിയൊരു ഇഷ്യൂ ആക്കി മാറ്റാൻ പറ്റും. ആ ഒരു അവസരം ചേച്ചി മുതലെടുക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വീണ്ടും 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 ആചാരം, വിശ്വാസം, മതം ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ഇന്നലെ നമ്മുടെ ഈ സാത്താൻ സ്റ്റുഡിയോ ശിവജിത്ത് അവനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവനൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. രാമക്ഷേത്ര അങ്ങനത്തെ ഒരു സംഘടനയിൽ നിന്നാണ് കോൾ വന്നത്. അവർ വിളിച്ചിട്ട് ഇവനോട് അവൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് ചോദിച്ചു. അവൻ അതേന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കേസ് കൊടുക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ അവൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ചേച്ചിയോട് പറയാനുള്ളത്, ആ കുഞ്ഞിന്റെ പേര് വെറുതെ ഇല്ലാണ്ടാക്കരുത്, ദയവ് ചെയ്ത്. വീണ്ടും പറയുന്നു, ആ കുട്ടിയോട് ഒരുപാട് സ്നേഹമുണ്ട്. ഒരു കുഞ്ഞു പെങ്ങളെ പോലെയാണ് കാണുന്നത്, നേരിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് മെസ്സേജ് അയച്ചത്. ഐ മീൻ ഈ പറയുന്ന അക്കൗണ്ടിലേക്ക് മെസ്സേജ് അയച്ചത്. ഇൻസ്റ്റഗ്രാമിൽ ചേച്ചി ആ മോളുടെ എന്തെങ്കിലും പെർഫോമൻസിന്റെ ഡീറ്റെയിൽസ്, അതായത് സ്കൂൾ കലോത്സവത്തിന് അവൾക്ക് കലാതിലകമായതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് അയക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ. എനിക്കത് സ്റ്റോറി ആയിട്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഞാൻ ചോദിച്ചത്. പക്ഷെ പിന്നെ ഞാൻ കോണ്ടാക്ട് ചെയ്യാത്തത് എനിക്ക് എന്തോ ഒരു വേണ്ടാന്ന് തോന്നി. അതുകൊണ്ടാണ്, മറ്റൊന്നും കൊണ്ടല്ല. ഒരുപക്ഷെ ഞാൻ ഇപ്പൊ വിചാരിക്കുന്നത് അത് നന്നായി എന്ന് വിചാരിക്കുന്നു. കാരണം ഞാൻ നിങ്ങളുമായിട്ടൊരു കോണ്ടാക്ട് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഈ പയ്യനെ പറഞ്ഞ അതേ കാര്യം നിങ്ങൾ എന്നെയും പറയില്ലേ? പറയാം. അപ്പൊ കാരണം നിങ്ങള് നിങ്ങളെ പഴഞ്ചൻ മനസ്സിൽ നിൽക്കുകയാണ് ഇപ്പോഴും. ഈ നൂറ്റാണ്ടിൽ ജീവിക്കുമ്പോഴും മനസ്സ് പഴയ ഒരു മൈൻഡ് സെറ്റാണ്. അതിൻ്റെതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. സംസാരത്തിലാണെങ്കിലും ആളുകളോട് ഞാൻ മാത്രമാണ് ശരി, ഞാനേ ശരിയുള്ളൂ എന്നൊരു ചിന്തയാണ് നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നത്. അത് കുഞ്ഞിന്റെ ഭാവിയെ ബാധിക്കുന്നത്. എനിക്ക് അത്രമാത്രമേ പറയാനുള്ളൂ. ഞാനിപ്പോൾ ഇത്രയും സംസാരിച്ചത് നിങ്ങൾക്ക് വേണ്ടിയല്ല, ആ കുട്ടിക്ക് വേണ്ടിയാണ്. ദയവ് ചെയ്ത് ഇതൊന്ന് നിർത്ത് പ്ലീസ്.